കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുഖു. അതേ, ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരും, അത് വരട്ടെ, വരും, അദ്ദേഹം വരും, അത് വരും. അല്ല പിന്നീട്, അല്ല ഇപ്പൊ അല്ല, നാളെ പിന്നീട്. പിന്നീട് നിരവധി മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിവിധ കക്ഷി നേതാക്കൾ ഉണ്ടാവും. ഏറ്റവും ബഹുമാന്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും പറയില്ല. ഒരു ഡിമാൻഡ് വരാനും വെച്ചിട്ടില്ല, ഒരു ഡിമാൻഡ്. അത്തരം കാര്യങ്ങളിലേക്ക് അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഇല്ല, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും കുറിച്ചും പറയുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത പേരുകൾ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ മന്ത്രിസഭാ ലിസ്റ്റ് ഉണ്ടാക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മന്ത്രിസഭാ ലിസ്റ്റ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രി ഉണ്ടായിരുന്നില്ല. അവസാനം ഉണ്ടായിരുന്നോ? ചരിത്രത്തിൽ ആദ്യമായി 2 പട്ടികജാതി മന്ത്രിമാർ വരികയാണ്. സമീപകാലത്തെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ? ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. ഒന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മിടുക്കരായിട്ടുള്ള ആളുകൾ, ഇതിൽ വരേണ്ട ആളുകൾ, അർഹരായ ആളുകളുണ്ട്. നോക്കണ്ടേ? നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ, മറ്റ് പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനം? ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണും, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അതും നോക്കാം, നമുക്ക് പരിശോധിക്കാം.